ആവിയിൽ വേവിച്ചെടുത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് നമുക്ക് എന്തൊക്കെ ചേരുവകൾ വേണമെന്നൊന്ന് നോക്കിയാലോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ചേരുവകളൊക്കെ തന്നെ വെച്ച് നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം. അതിനായി നമ്മളിവിടെ നല്ല പഴുത്ത ഒരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഏത്തപ്പഴം നമുക്ക് ചെറിയ പീസായി ഒന്ന് അരിഞ്ഞെടുക്കാം. തൊലി കറുത്ത് നന്നായിട്ട് പഴുത്തുപോയ ഏത്തപ്പഴമൊക്കെ നമ്മൾ കഴിക്കാതെ മാറ്റി വെക്കും. അത് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ്. ഇത് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളമോ പാലോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുത്തത്. പകരം നമുക്ക് വെള്ളവും ചേർക്കാം. പിന്നെ നമ്മൾ ശർക്കരപ്പാനി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഏലക്കാപ്പൊടി കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ലേശം ഉപ്പ് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരു പാത്രത്തിലേക്ക് നമുക്ക് നെയ്യോ ഓയിലോ ഒന്ന് തടവി കൊടുക്കാം. സ്റ്റീമറിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മാവ് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് ആവിയിൽ ഇത് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നല്ല ഹെൽത്തിയും ടേസ്റ്റുമായിട്ടുള്ള നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണക്കടികളൊക്കെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇടയ്ക്കൊക്കെ നമ്മളിതുപോലെ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ